അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് തറയിൽ കൂടെയുള്ള വാട്ടർ ലൈനിൻ്റെ വർക്കാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഓപ്പൺ ആയിട്ടുള്ള ലൈനെല്ലാം നമ്മൾ ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. ഈ 1.5 നമ്മുടെ മെയിൻ ലൈൻ വരുന്നത്. ഈ 1 നമുക്ക് പമ്പിൻ്റെ ലൈനാണ്. അതേപോലെ ഈ 3/4 നമ്മുടെ റോഡിലുള്ള കണക്ഷനാണ്, വാട്ടർ കണക്ഷനാണ്. ഇത് രണ്ടും നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഓരോ ബാത്റൂമിൻ്റെ കണക്ഷനാണ്. ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കണക്ഷനാണ്. അപ്പോൾ നമുക്കിനി തറയിൽ കൂടെ ചെയ്യാനുള്ളത് നമ്മൾ ഇതേപോലെ സുപ്രീമിൻ്റെ 50 kg പൈപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തറയിൽ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന എങ്ങനെ നോക്കാം. അപ്പോൾ മച്ചാന്മാരെ അങ്ങനെ നമ്മുടെ തറയിലത്തെ ലൈനിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ മെയിൻ ലൈൻ ഇറങ്ങുന്നത് ഈ 1.5 ഇഞ്ച് ലൈനാണ്. അതേപോലെ ഇത് 1 ഇഞ്ച് പമ്പിൻ്റെ ലൈനാണ്. പിന്നെ ഈ കാണുന്ന 3/4 ഇഞ്ച് നമ്മൾ ഡയറക്റ്റ് ലൈനാണ്. ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ 2 ബാത്റൂം, ഇത് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ 1 ബാത്റൂമാണ്. ഇപ്പോൾ നിലവിൽ നമ്മളിതെല്ലാം റോഡ് കണക്ഷൻ്റെ വെള്ളമുണ്ട്. അപ്പോൾ വെള്ളമുള്ളതുകൊണ്ട് നമ്മളെല്ലാം ഫെറൂളിട്ട് കണക്ഷൻ രൂപത്തിലെല്ലാം ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുറത്ത് ഞാൻ ചെയ്ത് ലൈനൊക്കെ കാണിച്ചു തരാം. നമ്മളിവിടെ ഒരു ടാപ്പിന് കണക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ എല്ലാം വെള്ളം ലോഡാണ്. നമ്മളെല്ലാം ഫ്ലഗെല്ലാം ടഫ്ലെല്ലാം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടുള്ള ലൈനെല്ലാം കാണിച്ചു തരാം. അതുപോലെ ഇവിടെ ഒരു ടാപ്പിൻ്റെ കണക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ തട്ടിൽ ഹോളടിച്ച് ഷീറ്റിൽ ഹോളടിച്ച് എല്ലാം നമ്മൾ ഇതേപോലെ ഫ്ലൈവുഡ് വെച്ച് എല്ലാം കോൺക്രീറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മുകളിൽ എല്ലായിടത്തും നമ്മൾ കോൺക്രീറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുമ്പോൾ മോൾ ഭാഗത്ത് കോൺക്രീറ്റ് ഇറക്കി ഗ്രൗട്ടും വെച്ച് ചാന്തും വെച്ച് എല്ലാം ഫിനിഷിങ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ വന്നിട്ട് ഇതിൻ്റെ അടി സൈഡ് മാത്രം ഒന്ന് ക്ലിയർ ആക്കാനേ ഉള്ളൂ. ബാക്കി സൈഡിൽ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് മറു സൈഡ് ചെയ്ത ലൈനെല്ലാം കാണിച്ചു തരാം. ഇത് നമ്മുടെ വാഷിംഗ് മെഷീനും ഓപ്പൺ ടെറസിലെ വാഷ് ബേസിൻ്റെ ഒരു ലൈനാണ്. ഇത് കാണുന്നത് നമ്മുടെ വർക്ക് ഏരിയയാണ്. വർക്ക് ഏരിയയിൽ സിങ്ക് ഒക്കെയാണ് വരുന്നത്. അതിലത്തേക്ക് ഒന്ന് ടാങ്കിൻ്റെ ലൈനും ഒന്ന് ഡയറക്റ്റ് ലൈനുമാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ കാണുന്നത് ഇവിടെ ഔട്ട് സൈഡ് ഒരു ബാത്റൂം വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു വാട്ടർ കണക്ഷനാണ്. അതുപോലെ ഡ്രെയിനേജിൻ്റെ ലൈനും വേസ്റ്റ് ലൈനും എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്ന ലൈൻ എന്ന് വെച്ചാൽ നമ്മുടെ വാട്ടർ പ്യൂരിഫയറിൻ്റെ ഒരു ലൈനാണ്. പിന്നെ ഇവിടെ തന്നെ നമ്മളൊരു വാഷിംഗ് പ്ലാറ്റ്ഫോമിന് വേണ്ടി ലൈൻ ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് റോഡ് കണക്ഷനും ഇത് ടാങ്ക് ലൈനുമാണ്. ഇപ്പോൾ നിലവിൽ ഈ വീട്ടിൽ നമ്മൾ ടാങ്ക് വെച്ചിട്ടില്ല. ഇവർ സ്റ്റാൻഡെല്ലാം ചെയ്തതിന് ശേഷമാണ് ടാങ്ക് വയ്ക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പം നിലവിൽ ഈ വീട്ടിൽ വെള്ളം ഉള്ളതെന്ന് വെച്ചാൽ റോഡ് ലൈനിലാണ് വെള്ളം ഉള്ളത്. അതുകൊണ്ട് ഇവിടെ റോഡ് ലൈനിൻ്റെ കണക്ഷനും നമ്മൾ ടാങ്ക് ലൈനും തമ്മിൽ നമ്മൾ ഫെറൂളാക്കിയിട്ട് കണക്ഷൻ രൂപത്തിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തറയിൽ കൂടെ പോകുന്ന വെള്ളം എല്ലാം പൈപ്പിലെല്ലാം വെള്ളം എല്ലാം ലോഡായിട്ടുണ്ട്. അപ്പോൾ ലീക്ക് ഉണ്ടോ ഇല്ല എന്നൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ നിലവിൽ നമ്മൾ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ പിന്നീട് ഒരു വാഷിംഗ് പ്ലാറ്റ്ഫോം ഒക്കെ വരും. ഇവിടെ ട്രാപ്പും വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതാണ് നമ്മുടെ മെയിൻ കിച്ചൺ. ഈ കിച്ചണിൽ നമ്മൾ ഈ പറയുമ്പോൾ 2 കണക്ഷൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ടാങ്കിൻ്റെ ലൈനും ഒന്ന് റോഡ് ലൈനുമാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന ലൈൻ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഓപ്പൺ ടെറസിലെ ഒരു ടാപ്പിൻ്റെ പോയിൻ്റാണ്. അപ്പോൾ ഈ കാണുന്ന വാട്ടർ ലൈനിൽ നമ്മുടെ ഫ്രണ്ടിലെ ബാൽക്കണിയിലെ ഒരു ടാപ്പിൻ്റെ പോയിൻ്റാണ് ചെയ്തിട്ടുള്ളത്. അവിടെ പിന്നീട് അവർ ചെടി എന്തെങ്കിലും വെച്ച് നനയ്ക്കേണ്ട വെള്ളത്തിന് വേണ്ടിയാണ് നമ്മളൊരു ടാപ്പ് പോയിൻ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടുത്തെ നമ്മൾ തട്ടിൻ്റെ ഹോളെല്ലാം നമ്മൾ അടച്ചിട്ടുണ്ട്. എല്ലാം കോൺക്രീറ്റ് നല്ല ഭംഗിയായിട്ട് അടച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ടിൽ നമ്മൾ ടാപ്പ് പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ഇത് നമുക്ക് വരുമ്പോൾ നമ്മൾ ടാങ്കിൽ നിന്നുള്ള ഇറങ്ങുന്ന ലൈനാണ്, ടാങ്ക് ലൈനാണ്. ഇത് നമുക്ക് ഡയറക്റ്റ് റോഡ് ലൈനാണ്. ഇപ്പോൾ നിലവിൽ ഈ പ്രഷറുണ്ട്, റോഡ് ലൈനാണിത്. ഈ റോഡ് ലൈനാണ് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ അവിടെ ലിങ്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മച്ചാന്മാരെ, എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചത് നമ്മൾ തറയിൽ കൂടെയുള്ള വാട്ടർ ലൈനിൻ്റെ വർക്കാണ് ഇന്ന് നമ്മൾ കാണിച്ചത്. ഇതേപോലെ നമ്മൾ കറക്റ്റ് മണ്ണെല്ലാം കൊടുത്ത് നല്ല പാക്കിംഗ് എല്ലാം ചെയ്ത് എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നിലവിൽ ഈ വീട്ടിൽ വർക്കുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഓവർഹെഡ് ടാങ്ക് വയ്ക്കാറുണ്ട്. അത് ഇവർ ഇപ്പം നിലവിൽ സ്റ്റാൻഡ് ചെയ്തിട്ടില്ല. അത് വെൽഡിംഗ് എല്ലാം ചെയ്തതിന് ശേഷം ആ സ്റ്റാൻഡ് വെച്ചതിന് ശേഷം നമ്മൾ ടാങ്ക് വയ്ക്കും. ബാക്കി എല്ലായിടത്തും നമ്മൾ വെള്ളം എല്ലാം ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.